നമ്മുടെ തോട്ടത്തിലെ പച്ചക്കറികളൊക്കെ പറിച്ചിട്ട് അതുകൊണ്ട് എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറി വെച്ചിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള നാടൻ വിഭവങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ നല്ലൊരു പപ്പായ മരമുണ്ട്. അത്യാവശ്യത്തിന് പപ്പായൊക്കെ അതിൻ്റെ മുകളിലുണ്ട് കേട്ടോ. നല്ല മധുരമുള്ള പപ്പായയാണ്. അപ്പോൾ അതതിൻ്റെ മുകളിൽ പച്ച കളറിൽ നിൽക്കണല്ലേ, അതെടുത്തിട്ട് ഉപ്പേരി വെച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പച്ച എനിക്ക് ഈ പഴുത്ത പപ്പായനാട്ടിലൊക്കെ ഇഷ്ടം പച്ച പപ്പായനെ കറി വെച്ച് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതും പിന്നെ നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള ചേമ്പും കൂടി, ചേമ്പും താള്, ചേമ്പ് നട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ചേമ്പ് കിഴങ്ങിന് വേണ്ടിയിട്ടല്ല. ഈ ചേമ്പും താളും ഓമക്കായും പപ്പായക്കും ഞാൻ പറയുക ഓമക്കായ എന്നാണ്. ഓമക്കായും കൂടിയിട്ടൊരു കറി വെക്കലുണ്ട്. നല്ല നാടൻ രീതിയിലുള്ളൊരു കറി വെക്കൽ. നമ്മുടെ മദറിലോ ആണ് കേട്ടോ ആ കറി വെക്കാറ്. എനിക്കത് വെക്കാറെന്ന് അറിഞ്ഞൂടാ, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും ഒരു പിന്നെ നമ്മുടെ ചാള പൊരിച്ച മീനും കൂടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എത്ര ചോറ് വേണമെങ്കിലും തിന്നും കേട്ടോ. അപ്പോൾ ഈ കറിയാണത്. ഓമക്കായും താളും പിന്നെ ചേമ്പും കൂടിയിട്ട് ഒരു കൂട്ടുകറി എന്നൊക്കെ പറയും. ഇതിൽ തേങ്ങ അരച്ചിട്ടൊന്നുമില്ല, വെറുതെ വേവിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ എന്തൊക്കെ ചേർത്തേക്കണാവോ, എന്നിട്ട് കടുകും മുളകും ഒക്കെ പൊട്ടിച്ചേക്കണേണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. നല്ല നാടൻ കറിയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ വേണമെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താം, ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര. പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞാൽ കണ്ണിന് നല്ല കാഴ്ചശക്തി കൂട്ടുന്നൊരു സംഭവമാണ് കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം ഉണ്ടാവുന്നുണ്ട്. നമ്മൾ എത്ര നുള്ളി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഈ ചീര ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. നല്ല നനയുടെ ആവശ്യമുണ്ട് ഈ ചീരക്ക്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഈ ചീരയും കൊഴുപ്പയുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. പിന്നെ സാധാരണ ചീരയുണ്ട്. അപ്പോൾ ഈ കൊഴുപ്പയും അതുപോലെ ഈ പൊന്നാങ്കണ്ണി ചീരയൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഒലത്താണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലും ഞാൻ തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല. വെറുതെ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളകും കൂടിയിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചു. എന്നിട്ട് ആ ചീര അരിഞ്ഞിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തു. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് കൂട്ടി തന്നെ നമുക്ക് ചോറിനാട്ടോ. പിന്നെ ഇതാ നമ്മുടെ പുതിന ഇതൊന്നുമല്ല, ഇതിലും അടിപൊളിയായിട്ടാണ് നമുക്ക് പുതിന ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഞാനിപ്പോൾ മല്ലി നടന്നൊരു പരീക്ഷണത്തിലാണ്, റെഡി ആവുകയാണെങ്കിൽ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ പുതിന നമ്മളെ മുറ്റത്ത് ചെറിയ തണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ നുള്ളിയെടുക്കും. ഇപ്പം ഇത് താഴെയാണ് കേട്ടോ, ടെറസിൻ്റെ മുകളിലല്ല ഈ ചെടിച്ചട്ടി ഉള്ളത്. നമ്മുടെ മുറ്റത്ത് ചെടികളുടെ കൂട്ടത്തിലാണ്. ഞാൻ ടെറസിൽ നിന്ന് നമ്മൾ സുലൈമാനിൽക്കൊക്കെ വേണ്ടിയിട്ട് പുതിന പൊട്ടിച്ചുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ തണ്ട് വെച്ചിട്ടാണ് ഇത് മുളച്ച് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടൊരു നല്ലൊരു മിൻറ്റ് ലൈം ഉണ്ടാക്കി, ചെറുനാരങ്ങയും പുതിനയിലൊക്കെ കൂടിയിട്ട് പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ജ്യൂസാക്കിയിട്ട് അടിപൊളി ഒരു ലൈം ഉണ്ടാക്കി. ഈ ജ്യൂസ് പെട്ടെന്ന് കുടിക്കണേ. പിന്നെ നമ്മുടെ വെണ്ടക്ക നമുക്ക് ഡെയിലി ഒരു 2 എണ്ണം വെച്ചിട്ട് കിട്ടും കേട്ടോ. 2 എണ്ണം 3 എണ്ണം വെച്ചിട്ട് ഡെയിലി വെണ്ടക്ക ഇപ്പോൾ കിട്ടുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ആകെ 3 വെണ്ടത്തൈ ഉള്ളൂ. പിന്നെ ഒരു 3 വെണ്ടത്തൈയും കൂടി വേറെ ചെറുത് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പറിച്ച് നടണം. ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ വെണ്ടയ്ക്കും പിന്നെ പയറും ഓരോന്ന് വീതം 2-3 എണ്ണം വീതം ഡെയിലി കിട്ടും. അതുപോലെ പച്ചമുളകും കിട്ടും കേട്ടോ. അപ്പോൾ ഈ പച്ചമുളകും പയറും എടുക്കണ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി സൂപ്പാണ് ഉണ്ടാക്കിയിട്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാനും ഇതൊക്കെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ പണികൾക്കൊക്കെ ഇടയിൽ നമ്മൾ ക്ഷീണിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ഐറ്റം ഞാൻ കഴിക്കുന്നുണ്ട്. നമുക്കൊരു എനർജി വേണ്ടേ ഇതൊക്കെ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നെല്ലിക്ക ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ആവിയിലൊരു 10 മിനിറ്റ് വേണ്ട, എന്നാലും ഏകദേശം ഒരു 7 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ നെല്ലിക്കയുടെ മുകളിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വരകൾ ഇട്ട് കൊടുക്കണം കേട്ടോ. കുരു കളയണ്ട, വരകൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ശർക്കര ഉരുക്കിയിട്ട് അത് ഞാൻ അരിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി ചതച്ചതും അതുപോലെ ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം.
പിന്നെ 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മധുര നെല്ലിക്കയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കഴിച്ചാലുണ്ടല്ലോ നമുക്ക് നല്ല എനർജി ഉണ്ട്. ഡെയിലി ഒരെണ്ണം വീതം കഴിച്ചാൽ മതി. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സിറപ്പ് ഉണ്ടാവും, അത് കുടിച്ചാൽ അതിന് ഗ്യാസ് പോലുള്ള ഇതിനൊക്കെ നല്ലതാണ്. നല്ല മണം വരും കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോൾ. നല്ലൊരു മണമാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ നെല്ലിക്ക, വെന്ത നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ പച്ച നെല്ലിക്കയാണല്ലോ ഭരണിയിൽ ഇടുക. അത് ശർക്കരയൊക്കെ ഉരുക്കി അതിൽ ഭരണിയിൽ പച്ച നെല്ലിക്ക ഇട്ട് അതിലേക്ക് വേണ്ട പട്ടയും ഗ്രാമ്പും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കെട്ടി വെക്കും. എന്നിട്ട് 45 ദിവസം എന്തോ കഴിയണം, എന്നാലേ അത് സെറ്റായി കിട്ടുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് കഴിക്കാം. പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഇങ്ങനെ ഓരോ ദിവസം ആകും തോറും ഇതിന് ടേസ്റ്റും കൂടും. നല്ല ഇങ്ങനെ അലുത്ത്, എന്തായാലും വേവിച്ചതല്ലേ, അപ്പം അത് നല്ല അലുത്ത് പെട്ടെന്ന് കിട്ടും കേട്ടോ. പിന്നെ ആ ഒരു ഇതിലുള്ള ശർക്കരയൊക്കെ ആ നെല്ലിക്ക വലിച്ചെടുക്കും. എന്നിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമ്മൾ ആദ്യം ഒരെണ്ണമൊക്കെ തിന്നുള്ളൂ എന്ന് വിചാരിക്കും, പിന്നെ നമുക്ക് ഒരെണ്ണം തിന്നു കഴിഞ്ഞാൽ പിന്നെയും തിന്നാൻ തോന്നും. അത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ഡെയിലി ഓരോന്ന് വീതം കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ, നല്ലൊരു എനർജിയും. പിന്നെ നെല്ലിക്കയിൽ എന്താ അടങ്ങിയിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ പല്ലിനും കണ്ണിന് മുടിക്കൊക്കെ നെല്ലിക്ക നല്ലതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിക്കുക. അതിനധികം വലിയ ചിലവൊന്നുമില്ല. അപ്പോൾ ഡെയിലി ഒരു നെല്ലിക്ക നമുക്ക് പച്ചക്കനെ തിന്നാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ തിന്നാം. ചിലവർക്ക് പച്ചവടക്കനെ തിന്നാൻ ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് പച്ച തിന്നാൻ ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഉപ്പിലിട്ടതും ഇഷ്ടമല്ല. അച്ചാറും കഴിക്കും, അതുപോലെ ഈ ഒരു ഐറ്റം കഴിക്കും ഞാൻ. അപ്പോൾ അച്ചാർ എപ്പോഴും നമുക്ക് കഴിക്കണം നല്ലതല്ലല്ലോ. പക്ഷേ ഈ സാധനം കഴിക്കാം കേട്ടോ. ഇത് ഷുഗർ ഉള്ളവർക്കും കഴിക്കാം. ഇതെന്ന് വെച്ചാൽ ശർക്കരയിലാണ്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാനിതിൽ കാണിച്ചിരിക്കുന്നത്. നെല്ലിക്ക നമ്മുടെ വീട്ടിലുണ്ടായതല്ല, മേടിച്ചപ്പോൾ പച്ചക്കറി മേടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മുടെ ഉപ്പിലിട്ടതുകൊണ്ട് അച്ചാറുണ്ട്. അപ്പോൾ അത് രണ്ടും അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇതുണ്ടാക്കാം. അപ്പോൾ ലാസ്റ്റിലായിട്ട് തന്നെ, ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വയറ് വെള്ളം വരുന്നുണ്ട്. ലാസ്റ്റിലായിട്ട് തന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല നമ്മുടെ ഈ ഒരു മധുര നെല്ലിക്ക ഉണ്ടാക്കുന്നത് ഫിനിഷായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നാളെ മുതൽ തന്നെ, ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിച്ചെങ്കിൽ നാളെ മുതൽ തന്നെ, ഇപ്പം തന്നെ എടുത്ത് കഴിക്കാം ചൂടാറിയിട്ട്. പക്ഷെ നാളെ മുതൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിങ്ങനെ ഈ ഒരു പാനിയിൽ ഇങ്ങനെ കിടന്നിട്ട് അതിങ്ങനെ കുടിച്ചെടുക്കും. അപ്പോൾ ഞാൻ ശർക്കര തന്നെയാണ് ചേർത്തേക്കുന്നത്. ശർക്കരയല്ല, കുരുമുളക് പൊടി തന്നെയാണ് പിന്നെയും ചേർത്ത് കൊടുത്തത്. ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും അതിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത്ര വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഈ സാധനം. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കഴിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ പടവലങ്ങ പൊട്ടിച്ചു. അപ്പോൾ അതാ നമ്മുടെ പണിക്കാരൊക്കെ വന്നപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ആ പടവലങ്ങ ഞാൻ പൊട്ടിച്ചിട്ട്, അത് മൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിത്തിനുള്ളതും കിട്ടി. അപ്പോൾ അത് കുനുകുനാന്ന് അരിഞ്ഞിട്ട് നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിമുളക് ഇട്ടതാണ്. അപ്പോൾ അത് ഒരാൾക്ക് കൂട്ടാനുള്ളതേ ഉള്ളൂ. പരിപ്പൊക്കെ ഇട്ടിരുന്നെങ്കിൽ 2 ആൾക്കൊക്കെ കൂട്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റാണ്, കറി വെക്കാനൊക്കെ പറ്റുമായിരുന്നു.